ഹായ്, കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ രേണു സുധിയുടെ വീഡിയോയ്ക്ക് ഒരു വാണിംഗ് ആയിട്ട് ഒരു റൂഹി ജാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വീഡിയോ പറഞ്ഞിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് രേണുവിനോട് ഇക്കാര്യം അവർ പറയുന്നത്. ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇവരൊരു സോളിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവരും ആരാണ്, ഇവരുടെ രീതി എന്താണ്, ഇവരെങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർക്കറിയാൻ കഴിയുന്നത്, അതിനെക്കുറിച്ച് ഞാനായിട്ട് പറയുന്നില്ല. കാരണം ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവരുടെ വീഡിയോ ആദ്യമായിട്ട് ഞാൻ ഇവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ ഇവരുടെ വീഡിയോ കാണുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എടി ഇവരുടെ മുഖമൊക്കെ അങ്ങ് മാറി മാറി വരുന്നു, എനിക്ക് കാണുമ്പോൾ തന്നെ വല്ലാതെ തോന്നുന്നു, നീ അത് മാറ്റി, എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് മാറി ഇരുന്നാണ് ഞാൻ അവരുടെ വീഡിയോ കണ്ടു തീർത്തത്. പക്ഷെ ശരി തന്നെയാണ്. കാരണം അവർക്ക് ആ ഒരു പവറും കാര്യങ്ങളൊക്കെയും അവർ ഉണ്ട്. അത് അവർ തുറന്ന് പറയുന്നുണ്ട്. അവരുടെ രീതി മാറും, അവരുടെ സംസാരം മാറും, അവരുടെ സ്വഭാവം മാറും, എല്ലാത്തിലും ഒരു മാറ്റം വരും. അത് നിങ്ങൾ അവരുടെ ചാനൽ ഞാനിവിടെ കൊടുത്തു, അവരുടെ ചാനലൊന്ന് കയറി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഒരുപാട് നമ്മളൊക്കെ പറയില്ലേ സ്പിരിച്വൽ പവർ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇവർ പറയുന്നത് ഇവർക്ക് ഒരു ഹോളി സ്പിരിറ്റ് അവരുടെ ശരീരത്തിലുണ്ട്, ഒരു സോൾ ഉണ്ട്, അങ്ങനത്തെ രീതിക്കാണ് ഇവർ പറയുന്നത്. അത് നിങ്ങൾ ഈ വീഡിയോ ഇവരുടെ വീഡിയോ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക, അപ്പോഴത്തേക്കും മനസ്സിലാവും. അങ്ങനെ ഇവർക്ക് കുറേ കാര്യങ്ങൾ ഇവർക്ക് അറിയാം. സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പലരുടെ അടുത്തേക്കും കുറേ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ സന്ദീപ് ഇടപ്പാളാണെങ്കിലും പിന്നെ ഷഹീന ബീബിക്ക്, അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഇവർ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രീതിക്ക് ഇവർ പറയുന്നത് കേട്ടു. എനിക്ക് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇവർ പറയുന്ന ഒരു പറച്ചിലിൽ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് രേണു സുധിക്ക് പങ്കുണ്ട് എന്ന രീതിക്ക് ഇവരൊരു മുൻപൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് കേട്ടിട്ട് വരാം. രേണു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. എന്താ ചെയ്യുന്നത്? What are you trying to prove yourself? എന്താണ് രേണു പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ആർക്ക് വേണ്ടി? രേണുവിന് പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഒട്ടും രേണുവിൻ്റെ മൈൻഡിൽ കണക്ട് ചെയ്ത കാര്യങ്ങളല്ല രേണു ചെയ്യുന്നത്. ഓക്കെ, രേണുവിൻ്റെ ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പം രേണു പ്രേയർ സോങ്സ്, ജീസസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വന്നു. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മുടെ പണ്ട് മുതലേ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ്. കാരണം ഇപ്പോൾ പറയുന്നതല്ല അടുത്ത നിമിഷം പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു നാളെ ചോദിക്കുമ്പോൾ ഇതിനൊന്ന് മാറ്റി പറയും. ഇവർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. രേണു എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്? ഫസ്റ്റ് കീമോ ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് കീമോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദൈവത്തിനടുത്ത് ഭയങ്കര ഇഷ്ടം, അതിനെക്കുറിച്ചുള്ള ഒരു പാട്ടുകൾ, കാര്യങ്ങൾ, ആ ഒരു വഴി ഞാൻ തിരഞ്ഞെടുക്കും, അങ്ങനത്തെ രീതിക്കൊക്കെ ഒരു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വന്ന് പെട്ടെന്നൊരു ബോംബിട്ട് തകർത്തിട്ട് പോയതുപോലെയാണ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. ആ ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് റൂഹിയും ഇവിടെ പറയുന്നത്. എനിക്ക് ഇത്രയും വലിയ അസുഖം വന്നിട്ട് ഈ കുറച്ച് ലാസ്റ്റ് വീഡിയോസ് മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേണുവിന് ഇപ്പൊ ഉള്ള സമയം എന്ന് പറയുന്നത് വെറും ഒരു അസുഖം മാത്രമുള്ള ടൈമല്ല. ഇറ്റ്സ് എ ടൈം ഫോർ യു ടു ഓപ്പൺ യുവർ ഐസ് ആൻഡ് തിങ്ക്. നല്ലോണം ഇരുന്ന് ആലോചിക്കാനും സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്ത് നല്ല ലൈഫിലോട്ട് കൊണ്ടുവരാനുള്ള ടൈമാണ് റേണുവിന് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, ഫസ്റ്റ് കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു, യു ആർ ബ്ലെസ്ഡ്. സെക്കൻഡ് കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു. എല്ലാവരുടെ പ്രേയേഴ്സും രേണുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശരിയാണ്, അത് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ദ്രോഹമോ അല്ലെങ്കിൽ ഒരു വിഷമമോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു അത് നമ്മളെ മനസ്സാക്ഷിയിൽ അത് തെറ്റാണെന്ന് ബോധ്യമാണെങ്കിൽ, അതില്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു വിഷമമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ അതിനെ തരണം ചെയ്ത് നമുക്കത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കണം, നമ്മളിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ വിശ്വാസവും അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് മാറി വരാനായിട്ട് ശ്രമിക്കും. നമ്മളിൽ എന്താണോ കുറവുണ്ടായിരുന്നത് ആ കുറവ് പരിഹരിക്കാനാവും ആദ്യം എല്ലാവരും ചെയ്യുക. എത്രയോ പേര് ഭയങ്കര അഹങ്കാരവും, അല്ലെങ്കിൽ എനിക്ക് പണമുണ്ട്, എനിക്ക് എല്ലാത്തിനേക്കാളും പണമുണ്ട്, വലുതാണ്, ഞാൻ ഭയങ്കര ആനയാണ്, ചേനയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ഒരു രോഗാവസ്ഥ വന്നാൽ മതി, അവരുടെ
രീതി മൊത്തത്തിൽ തന്നെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലായാലും നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും ഇങ്ങനെയൊക്കെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരമായിരിക്കും. പക്ഷെ ഒരു രോഗാവസ്ഥ വന്നു കഴിയുന്നതോടെ അവർക്ക് മനസ്സിലാവും. കാരണം ഈ പണം കൊണ്ടും ഒന്നുമില്ല, നമ്മുടെ വലിയ ആളായിട്ട് നിന്നിട്ട് ഒന്നുമില്ല, എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഒരുപോലത്തെ മനുഷ്യരാണ് എന്നുള്ളൊരു ബോധവും ചിന്തയൊക്കെ അവർക്ക് വന്നതിന് ശേഷം അവർ പുതിയൊരു മനുഷ്യനായിട്ട് ജീവിക്കും. അങ്ങനെയാണ് മിക്കവരും. പിന്നെ വിരലിലെണ്ണാവുന്ന കുറച്ചേരെ കാണുകയുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളത്, അല്ലേ? ഇപ്പൊ ഉള്ള സമയം എന്ന് പറയുന്നത് വെറും ഒരു അസുഖം മാത്രമുള്ള ടൈം അല്ല. ഇറ്റ്സ് എ ടൈം ഫോർ യു ടു ഓപ്പൺ യുവർ ഐസ് ആൻഡ് തിങ്ക്. നല്ലോണം ഇരുന്ന് ആലോചിക്കാനും സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്ത് നല്ല ലൈഫിലോട്ട് കൊണ്ടുവരാനുള്ള ടൈമാണ് റേണുവിന് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, ഫസ്റ്റ് കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു, യു ആർ ബ്ലെസ്ഡ്. സെക്കൻഡ് കീമോ കഴിഞ്ഞ് തിരിച്ചു വന്നു. എല്ലാവരുടെ പ്രേയേഴ്സും റേണുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഡിപ്പെൻഡബിൾ ആണ് ഓരോ ആളുടെ മെന്റൽ സ്ട്രെങ്ത്തും. ഇപ്പം റേണുവിന് ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ അത്രയും സ്ട്രെങ്ത് ഇല്ലാന്ന് തോന്നും. പക്ഷെ അത് മെന്റൽ സ്ട്രെങ്ത്, ഗോഡ് കൊടുത്ത മെന്റൽ സ്ട്രെങ്ത് ആയിരിക്കും റേണു ഇരുന്നതിനെ സംസാരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. റേണുവിന്റെ ബിഗിനിങ്ങിൽ തന്നെ റേണുവിന്റെ പ്രേയേഴ്സ് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. റേണു ദുബായിലൊക്കെ ചെന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ. വെറും ഇനാഗ്രേഷൻസ് അല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് ഈ ബെൻസറിനെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റേണു കണക്റ്റഡ് ആണ്. ആ ആളെ കണക്ട് ചെയ്തിട്ടുള്ള ടീമിന്റെ ആൾക്കാരുടെ ഇടയിൽ റേണു ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു സോൾ, റിഫ എന്ന് പറയുന്നൊരു സോൾ ഉണ്ട്. അത് റേണുവിനെ പെട്ടെന്ന് റേണു ഭൂമി വിട്ടു പോ എന്ന് ആഗ്രഹിക്കില്ല. തിരിച്ച് ശക്തിയോടെ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആ സോളും ഗോഡിനോട് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറയുന്നൊരു കുട്ടി മരിച്ചു പോയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം അവരുടെ മരണവുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ അവരും കൂടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്തോ രേണു എന്ന് പറയുന്ന അവർക്ക് അറിയാം. അത് തുറന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ദയവായിട്ട് അത് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് തുറന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ അത് പറയുക. കാരണം ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ ദുബായിൽ പോയതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തോ അറിയാം, നിങ്ങൾക്ക് എന്തോ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ ഇവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് തുറന്ന് പറയും. ഞാൻ അതേ പറയുന്നുള്ളൂ. കാരണം ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടിനെ തന്നെ, നമ്മുടെ രാജ്യത്തെ തന്നെ ചതിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അറിവില്ലായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും തെറ്റുകളിൽ അകപ്പെടുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, തെറ്റെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ അത് പറയുക തന്നെ ചെയ്യുക. അതാണ് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത്. ഇത്രയും എനർജറ്റിക് ആയിട്ട് പുറത്തു വരുന്ന ആ മെന്റൽ സ്ട്രെങ്ത് അൺവാണ്ടഡ് ആയിട്ട് ബാക്കിയുള്ള ആളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നതല്ല. ഓക്കെ, റേണു അത് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. റേണുവിന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യൂ, എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യൂ, വട്ട് എവർ യു ലൈക്ക്. എന്നിട്ടുണ്ടല്ലോ, അത് വേറെ ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി തന്ന സ്ട്രെങ്ത് അല്ല റേണു. ബിഗിനിങ്ങിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, കിച്ചുവിന്റെ പിറകെ പോകരുത്. ഓക്കെ, റേണു കണക്ക് പറയുന്നില്ലിരുന്നിട്ട് ഞാൻ ഇത്ര ഏജ് വരെ നോക്കിയ കുട്ടിയാണ് എന്നെ അങ്ങനെ ഇങ്ങനെ. ശരിയാണ്, ഒരമ്മമാരും മക്കളെ നോക്കിയതിൽ കണക്ക് പറയത്തില്ല. അമ്മമാരെ നോക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. അത് ഇപ്പോഴത്തെ സിനിമാ നടന്മാർ തന്നെ കണ്ടിട്ടില്ലേ? അവരൊക്കെ എന്തുമാത്രം സമ്പാദിച്ച് നല്ല രീതിയിൽ ഇരുന്നവരാണ്. പക്ഷെ അവരെ പോലും മക്കള് അനാഥാലയത്തിലും മറ്റിടത്തുമൊക്കെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ കണക്ക് പറയുകയാണ് ഇവർ. ഞാൻ ഇവനെ നോക്കി, ഇത്ര വയസ്സ് വരെ ഞാൻ ഇവനെ നോക്കി, ഇവൻ ഇത് ചെയ്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. അതൊരമ്മയുടെ കടമയാണ്. മകനെ അത് പെറ്റമ്മയായാലും ശരി, പോറ്റമ്മയായാലും ശരി, വളർത്തമ്മയായാലും ശരി, ആര് തന്നെ ആയിരുന്നാലും അവർക്ക് കൊടുത്തതിന് ശേഷം അത് വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അതിലെന്ത് നന്മയാണുള്ളത്? അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർ പബ്ലിക്കായിട്ട് ആദ്യം വന്നിരുന്ന് മകൻ വന്നില്ല എന്ന് പറഞ്ഞു, അതിനുശേഷമാണ് അവനും പബ്ലിക്കായിട്ട് വന്നിട്ട് സംസാരിക്കുന്നത്. പബ്ലിക്കിലേക്ക് ഈ വിഷയം കൊണ്ടുവരാനേ പാടില്ലായിരുന്നു. ഇത് നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ഒരു വിഷയം അതിനകത്തൊതുങ്ങണമായിരുന്നു. അതാണ് ഒരു നല്ല അമ്മയ്ക്കും മകനും അഴകെന്ന് പറയുന്നത്.
നിങ്ങളെ കുടുംബത്തെ കാര്യം നിങ്ങളെ കുടുംബത്തോട് നിങ്ങൾ ഇരുന്ന് സംസാരിച്ച് അത് തീർക്കണമായിരുന്നു. നിങ്ങൾക്ക് വേണ്ട മിണ്ടാൻ താല്പര്യമില്ലെങ്കിൽ മിണ്ടണ്ട, സംസാരിക്കേണ്ട, അവിടെ വെച്ച് തീർക്കണം. അല്ലാതെ ഒരു റീച്ചിന് വേണ്ടി, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അത് സോഷ്യൽ മീഡിയക്കാരെ അറിയിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വന്ന് കിച്ചുവിനടുത്ത് സംസാരിക്കുമോ, അയ്യോ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അവനോട് പറയാനുണ്ടെങ്കിൽ അവനെ നേരിട്ട് കണ്ടോ, ഫോൺ വിളിച്ചോ, വാട്സപ്പ് മെസ്സേജ് ചെയ്തോ നിങ്ങൾക്ക് പറയാമായിരുന്നു. അതൊന്നും നിങ്ങൾ ചെയ്യില്ലല്ലോ. പിന്നെയും ഉപദ്രവിക്കാനാണ് രേണുവിന്റെ ഉദ്ദേശമെങ്കിൽ യു ഗോയിങ് ഇൻ ദ റോങ് റൂട്ട്. തെറ്റായ വഴിയിലൂടെ പോന്നെ പറയണു. അത് ശ്രുതിച്ചേട്ടന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നില്ലേ അവരുടെ മകനാണത്. അവരാണ് കിച്ചുവിന്റെ ഗാർഡിയൻ ഏഞ്ചൽ. രേണുവിന്റെ ഹസ്ബൻഡായ സുധിയാണ് കിച്ചുവിന്റെ ഗാർഡിയൻ ഏഞ്ചൽ. കൊല്ലം സുധിയുടെ ഫോട്ടോ രേണു ഇന്റർവ്യൂവിൽ എപ്പോഴും കാണിക്കുന്ന ഇന്റർവ്യൂ അവിടെ വീട്ടിലാണെങ്കിൽ സുധിയുടെ ഫോട്ടോയ്ക്ക് അരികിലിരുന്നേ അവർ ഇന്റർവ്യൂ കൊടുക്കാറുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാ ഈ ഫോട്ടോ കണ്ടില്ലേ, ഇയാൾ ഞാൻ സ്വസ്ഥത കൊടുത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല ഈ സുധി ഒരു അവകാശം എന്ന് പറയുന്നത്. സുധിയുടെ മകനാണ് കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ്. അവനൊരു അവകാശമില്ല എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കും തോന്നിപ്പോകും ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ. അവനൊരു അവകാശവും ഇല്ല എന്നുള്ളതൊരു തരത്തിൽ. അപ്പോൾ അവൻ്റെ ഗാർഡിയൻ ഏഞ്ചലായിട്ട് നിൽക്കുന്നത് കൊല്ലം സുധി എന്നാണ് റൂഹിജൻ പറയുന്നത്. അവന് ഈ ഭൂമിയിൽ അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല. അവനൊരു അനാഥനാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ. എന്ന് വെച്ചാൽ ഈ ഇവിടെ അവന് അനാഥൻ എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ഒരു രീതിയിലാണ്. കുടുംബക്കാരൊക്കെ ഉണ്ട് അല്ലെന്നല്ല, അമ്മയ്ക്ക് അമ്മ തന്നെ വേണം, അച്ഛന് അച്ഛൻ തന്നെ വേണം. അവനിപ്പോൾ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അവൻ തന്നെ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ വന്നിരുന്ന് ഞാൻ നോക്കി, ഞാൻ വളർത്തി, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു. അമ്മമാരും മകനെ നോക്കിയതിന്റെ കണക്ക് പറയത്തില്ല. ആ കുട്ടിയുടെ പിറകെ പോകുന്നത് കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് എന്ത് തെറ്റ് ഭൂമിയിൽ ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ അത് അവനും ഗോഡും തമ്മിലായിക്കോളും. ഹു ആർ യു ടു കറക്റ്റ് ഹിം? ഞാൻ അവന്റെ അമ്മയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മദർ എന്ന് പറയുന്നൊരു ക്വാളിറ്റി ഉണ്ട് ഒരു അമ്മ എന്ന് പറയുന്നത്. അതെല്ലാ അമ്മമാരും അറിയേണ്ട ഒരു കാര്യമാണ്. ഗോഡ് തരുന്നൊരു വെരി സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ് ഒരു മദർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ. എല്ലാവർക്കും അമ്മയാവാൻ പറ്റില്ല. അമ്മമാരെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ക്വാളിറ്റി ഉണ്ട്. അതിന് എന്താ പറയുക, അമ്മയ്ക്കൊരു വില തന്നെയാണ് അമ്മയെന്ന് പറയുമ്പോൾ. ആരൊക്കെ ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞിരുന്നാലും അമ്മ ഉണ്ടെങ്കിൽ, നമ്മൾ റീൽസിലൂടെ പോരാളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറയുമെങ്കിലും, പക്ഷെ ആ പോരാളി ഉണ്ടെങ്കിലേ ഒരു വീട് ഒരു പൂർണ്ണമാവുള്ളൂ. ആ ഒരു പോരാളി നമുക്ക് വേണം. നമുക്ക് എത്ര തന്നെ വഴക്ക് കൂടിയാലും അല്ലെങ്കിൽ നമ്മളെ വഴക്ക് പറഞ്ഞാലും നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ ഈ ലോകത്ത് വെറുക്കാത്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ അമ്മമാർ തന്നെയായിരിക്കും. ആരും വെറുക്കത്തില്ല. ആരുടെ അമ്മ, അത് വളർത്തമ്മ ആയിക്കോട്ടെ, ആര് തന്നെ ആയിരുന്നാലും അമ്മമാരെ ഒരിക്കലും വെറുക്കില്ല. ചില അമ്മമാർ കാണും മക്കളെ പറയിപ്പിക്കാൻ വേണ്ടി ജനിക്കുന്നത്. അവരുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ അവർക്ക് പറ്റത്തില്ല. ആ ഒരു തരത്തിലേക്കാവും. അപ്പോൾ പോറ്റമ്മയായാലും പെറ്റമ്മയായാലും വളർത്തമ്മയായാലും ആര് തന്നെ ആയിരുന്നാലും അവർക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. അമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാന്യത കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. ചുമ്മാ വന്നിരുന്ന് റീച്ചിന് വേണ്ടി അതും ഇതും വിളിച്ച് പറയുകയല്ല വേണ്ടത്. വെച്ച് കുട്ടികളോട് കാണിച്ചാൽ അതിനുള്ള പണിഷ്മെന്റ് ഗോഡ് മാറ്റി വയ്ക്കും. അത് സ്വന്തം കുട്ടികളോടാണെങ്കിലും ഈ പറഞ്ഞ പോലെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളോടാണെങ്കിലും ഏതൊരു അമ്മമാരും പാർഷ്യാലിറ്റി കാണിച്ചാൽ അല്ലെങ്കിൽ അവർ ഓപ്പോസായിട്ട് ഉപദ്രവിച്ചാൽ അവരറിഞ്ഞോ അറിയാതെ വേദനിപ്പിച്ചാൽ അതിനുള്ള പണിഷ്മെന്റ് കിട്ടും. അതുകൊണ്ടാണ് മക്കളുടെ വേദന എന്ന് പറയുന്നത് അത് ആര് കണ്ടില്ലെങ്കിലും ദൈവം കാണും എന്നാണ് ഇവർ പറയുന്നത്. ആരും കണ്ടില്ലെങ്കിലും ദൈവം കാണും. ദൈവം അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിരിക്കും. പാർഷ്യാലിറ്റി കാണിച്ചാലും അതിനുള്ള ശിക്ഷ അവർ കൊടുത്തിരിക്കും. ദൈവം കൊടുക്കും എന്ന് തന്നെയാണ് റൂഹി പറയുന്നത്. റൂഹി പറയണ്ട, റൂഹി പറയാതെ തന്നെ നമുക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ കിട്ടിയ ഈ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് എങ്ങനെ യൂസ് ചെയ്യണം, എന്ത് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം,
രേണുവിന് എത്രയോ ക്യാൻസർ പേഷ്യൻസിനെ പോസിറ്റീവ്ലിയായിട്ട് പല കാര്യങ്ങളും പോസിറ്റീവ് മൈൻഡോട് കൂടി സംസാരിച്ച് അവർക്ക് നല്ലൊരു പോസിറ്റീവ് സ്ട്രെങ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് രേണുവിന്റെ ഡ്യൂട്ടി. ഒരു രോഗാവസ്ഥ വരുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത്. ഒരു ക്യാൻസർ രോഗാവസ്ഥ, എൻ്റെ അച്ഛന് ക്യാൻസർ വന്നിട്ടുള്ളതാണ്, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ വന്നാണ് മരിച്ചിട്ടുള്ളത്. ഒരു 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 തുള്ളി ആഹാരം കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. നമ്മളും ആ സമയത്ത് അച്ഛനെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളും വീട്ടിൽ അത്രയ്ക്ക് അത്ര തന്നെയാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എല്ലാം. കാരണം അങ്ങോട്ട് ഇറങ്ങില്ല, ഒന്നും ഇറങ്ങില്ല. പിന്നെ എന്തെങ്കിലും പോയിട്ട് ചെറുതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ അത് അപ്പോൾ തന്നെ ഛർദ്ദിക്കും. അതൊക്കെ അറിയാം. പക്ഷേ ഒന്ന് നേരെ സംസാരിക്കാൻ പറ്റത്തില്ല, ഒന്ന് തളർന്നവർന്നിരിക്കാൻ പറ്റത്തില്ല, വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ രേണുവിന് ആ ഒരു സ്ഥിതിയൊന്നും ഇല്ല. രേണുവിന് നല്ലൊരു വിൽ പവറും സ്ട്രെങ്ത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കൂ അല്ലെങ്കിൽ വിനിയോഗിക്കൂ എന്ന് തന്നെയാണ് അവരും പറയുന്നത്. അത് നല്ലൊരു മെസ്സേജായിട്ട് കാണണം. അങ്ങനെയാണ് വേണ്ടത്. കാരണം നിങ്ങൾക്ക് ഇത്രയും ഒരു ആരോഗ്യം തരുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നേയും പിന്നെയും 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 പഴയ പടി നിങ്ങൾ പോവാതെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് സ്ട്രെങ്ത് കിട്ടി, എന്നിട്ടും ഫോളോ ചെയ്യുന്നത് നെഗറ്റീവ് പാത്താണ്, നെഗറ്റീവ് വഴിയാണ് രേണു ചൂസ് ചെയ്തേക്കുന്നത്. രേണു ജീസസിന് കൊടുത്ത വാക്കും ഗോഡിനോട് പറഞ്ഞ കാര്യങ്ങളല്ല രേണു ചെയ്യുന്നത്. പക്ഷെ രേണു ചെയ്യുന്നതോ ഡീമൻ, പിശാചുകളുടെ വഴിയാണ് രേണു ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോഴങ്ങനെ ആകുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ പറയാം. ഗോഡിന്റെ സപ്പോർട്ടും ഹോളി സ്പിരിറ്റ്സിന്റെ സപ്പോർട്ടും രേണുവിന് ഇതുവരെ ഉണ്ടായിരുന്നു. സർജറി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി മുന്നിലുണ്ട്. അതിന് മുന്നിട്ടെങ്കിലും രേണു സ്വന്തമായി ഇരുന്ന് ശരിക്കും പ്രാർത്ഥനയിൽ മുഴുകി വെറുതെ വായോട് പ്രാർത്ഥിച്ചാൽ പോരാ. ഗോ ഡീപ്ലി, നന്നായിട്ട് മൈൻഡ്, ബോഡി ആൻഡ് സോൾ കണക്ട് ചെയ്തിട്ട് രേണു ഡീപ്ലി ഗോ ടു ദി ഫെയ്ത്ത് ഓഫ് ഗോഡ്. ദൈവത്തെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ആരെയും കുറ്റം പറയാതെ, ആരെയും പഴി ചാരാതെ നിങ്ങളെ കാര്യം നോക്കി ജീവിക്കൂ എന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ്, നിങ്ങളെ കാര്യം നോക്കിയിട്ട് ജീവിക്കൂ. നിങ്ങളുടെ മകനെ ആരും നോക്കിയില്ല, നിങ്ങളെ നോക്കിയില്ല. നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ട്. നിങ്ങളെ മകനെ നോക്കാനുള്ളതും ദൈവം തരുന്നുണ്ട്. ആരുടെ പേരും പഴി ചാരണ്ട. എത്രയോ കുടുംബങ്ങളുണ്ട്, അല്ലെങ്കിൽ അമ്മ മരിച്ചു പോയവർക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലി സപ്പോർട്ടായി നിൽക്കും, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയവർക്ക് അമ്മയുടെ ഫാമിലി സപ്പോർട്ടായി നിൽക്കും. ഇപ്പം ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്. കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ ബന്ധുക്കൾ, അച്ഛൻ മരിക്കുന്നതിന് മുൻപും അച്ഛൻ്റെ ബന്ധുക്കളായിട്ട് ഒരു കണക്റ്റും ഇല്ല, കോണ്ടാക്റ്റും അങ്ങനെ ഒന്നുമില്ല. അതിനുശേഷം അമ്മയുടെ ഫാമിലി തന്നെയാണ് നമ്മളെ നോക്കിയിട്ടുള്ളതും സഹായിച്ചിട്ടുള്ളതും എല്ലാം. അല്ലാതെ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ അവർ നോക്കും, ഇവർ നോക്കും, അവർ തരട്ടെ, ഇവർ തരട്ടെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. വാങ്ങാതിരിക്കുന്നത് അത്രയും നല്ലത്. ആരുടെ കയ്യിൽ നിന്ന് 5 പൈസ പോലും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ആഴത്തിലുള്ള ദൈവത്തിനോടുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയും നല്ലൊരു ജീവിതം നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോവുക, അത് തന്നെയാണ് വേണ്ടത്. നിങ്ങളുടെ രോഗാവസ്ഥ സുഖമാകട്ടെ, നിങ്ങൾക്ക് ഇനിയും വർക്കുകൾ കിട്ടട്ടെ. പഴയതിലും മികച്ച രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കട്ടെ. ഞാൻ ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അഭിനയമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ അഭിനയം പഠിച്ചിട്ട് വന്ന് നിങ്ങൾ അഭിനയിക്കും. നിങ്ങൾ ആരും കളിയാക്കത്തില്ല, നിങ്ങൾ ആരും മോശം പറയത്തില്ല, ആരും ട്രോളത്തില്ല. അല്ലാതെ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും നമുക്കൊരു ചുവട് എടുത്ത് വെച്ചു, ഫസ്റ്റ് പടത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പടം സെക്കൻഡ് പടം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിടി കിട്ടും. നമ്മൾ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പിടി കിട്ടും. പക്ഷേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാം എന്ന് ശ്രമിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ട്രോളുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ആ ഒരു പബ്ലിസിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം എപ്പോഴും നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കണം, സോഷ്യൽ മീഡിയയിൽ ഞാനായിരിക്കണം എപ്പോഴും തരംഗം, അതാണ് വേണ്ടത്. പക്ഷേ ദയവേത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലല്ലാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് ശീലിച്ച് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറുക തന്നെ വേണം. പിന്നെയും ആ കുട്ടിയുടെ പേരും പറഞ്ഞ് വേറെ ചാനലൊക്കെ വന്നിട്ട് റീച്ചിനോ ഇൻകമിനോ എന്നൊക്കെ ആലോചിച്ച് വെറുതെ ഫൂളിഷ്നെസ് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഡീമൻ വിൽ അറ്റാക്ക് യു ഫോർ ഷുവർ, നോ ഡൗട്ട്. പിശാചുക്കൾക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് രേണു. ദൈവം തന്ന ശക്തിയും സ്ട്രെങ്ത്തും പവറും ഭൂമിയിലോട്ട് ജീവിക്കും. അത് വേണ്ട, നീ എന്നെ ബെഡിലാക്കിക്കോ എന്ന് പറഞ്ഞ് ഡീമോണിക് സ്പിരിറ്റ്സിന് അപ്പൊ രേണുവിന് ചൂസ് ചെയ്യാം. ഗോഡിന്റെ പാത്ത് വേണോ അതോ ഡീമൻസിന്റെ പാത്ത് വേണോ? രേണുവിന് ചൂസ് ചെയ്യാം.
കിച്ചുവിൻ്റെ പേരും പറഞ്ഞ് റീച്ചിനായാലും പൈസയ്ക്കായാലും ചാനലുകൾ തോറും കയറി ഇറങ്ങി ഈ തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യരുത് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ബാക്കിൽ പോവാതിരുന്ന് സ്വന്തം കാര്യം നോക്കി പ്രാർത്ഥനയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നാണ് റൂഹി പറയുന്നത്. ഇപ്പോൾ രേണുവിന് തന്നെ ചൂസ് ചെയ്യാം. രേണുവിന് ദൈവത്തിൻ്റെ വഴി വേണോ അതോ പിശാചുകളുടെ വഴി വേണോ എന്നാണ് റൂഹി ചോദിക്കുന്നത്. ഞാൻ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പം ഹൂഷി അവളാരാണ് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ? ഈ കാണുന്ന ഞാൻ അല്ല. ഓക്കെ, റേണുവിനോട് സംസാരിക്കുന്നത് എനിക്കൊരു ആഗ്രഹമുണ്ട്, റേണുവിനെ വന്നത് നേരിട്ട് കാണണം. ഈ പറയുന്ന ഞാനല്ല ഈ ഞാൻ, അതാണ് പോയിന്റ്. കാരണം ഇതാരാണ്, ഇതെന്താണെന്നുള്ളത് നിങ്ങൾ റൂഹിജാൻ എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് വ്യക്തമാവണമെന്നില്ല. അപ്പോൾ അവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഓക്കെ. ആൻഡ് വൺ മോർ തിങ് അബൌട്ട് ദാറ്റ് ചാനൽ പീപ്പിൾ. ആരാണോ ഇപ്പം റേണുവിന് ആ വീഡിയോ എടുത്ത് ടെലികാസ്റ്റ് ചെയ്തത്, ഏത് ചാനലിലാണോ അത് ടെലികാസ്റ്റഡ് ആയിട്ടുള്ളത്, റേണുവിന്റെ ഇന്റർവ്യൂ, ബി വെരി കെയർഫുൾ. ഓക്കെ, റേണുവിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഏത് ചാനലാർക്കും. ബട്ട് കിച്ചുവിന് എന്തെങ്കിലും ഒപ്പോസ് പറഞ്ഞിട്ട് ഏതെങ്കിലും ചാനലിൽ നിങ്ങൾക്ക് റീച്ചോ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് റേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് പുറത്ത് വന്നാൽ യു വിൽ സഫർ ഫോർ ദാറ്റ്. അത് ഏത് ചാനലുകാരാണെങ്കിലും അതിനുള്ളത് സഫർ ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കണം റേണുവിനെ പോയി വീഡിയോ എടുക്കുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇത് ചാനലുകാർക്കുള്ളതാണ്. ലാസ്റ്റ് വീഡിയോ ഇന്റർവ്യൂ എടുത്ത് ആ ചാനലുകാർക്ക് ഇത് കേൾക്കാനുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ഇത് യൂട്യൂബേഴ്സിനോടും അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകാരോടാണ് അവർ പറയുന്നത്. കിച്ചുവിനെ എതിരായിട്ട് രേണുവിനെ വെച്ച് ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഒരു വാണിംഗ് എന്ന രീതിക്ക് പറയുന്നുണ്ട്. ആരും ഇനി കിച്ചുവിനെതിരായിട്ട് സംസാരിച്ചു കൊണ്ട് വീഡിയോ ചെയ്യരുത്, എങ്കിൽ അത് വലിയ ഒരു തെറ്റിലേക്ക് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഉദാഹരണ സഹിതം ഇവർ പറയുന്നത് രേണുവിന് തന്നെയാണ് പറയുന്നത്. രേണു ഒരുപാട് സമ്പാദിച്ചു, ഒരുപാട് കാശുണ്ടാക്കി. പക്ഷേ ആ കാശൊക്കെയും സ്വന്തം ഇഷ്ടത്തിന് ചിലവാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഒരു രോഗാവസ്ഥ വന്ന് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ അതിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. അത് നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പൈസ സമ്പാദിച്ച് നല്ല പേരെടുത്ത് നിൽക്കുമ്പോൾ പിന്നെ അടുത്ത് തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ചു കൊണ്ട് വരുന്നത് നമുക്കൊരു തലവേദനയ്ക്കില്ല എന്ന് നമ്മൾ പറയും. ഇതൊക്കെ ഒരു തലവേദനയ്ക്കില്ല. അവന് ഇത്രയും പണമുണ്ട്, അവന് ഇത്രയും വലിയ ആഡംബര വീടുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നത് ഇതിലൊന്നും നിലനിൽക്കില്ല. ഒരു രോഗാവസ്ഥ വന്നാൽ മതി, നമുക്കിതൊന്നും ഇല്ല, ആ ഒരു സ്ഥിതിയിലേക്ക് വരും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ റൂഹിജാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോസും അവരുടെ കാര്യങ്ങളും എന്താണെന്നുള്ളത് നിങ്ങൾ അവരുടെ ചാനൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് റൂഹി രേണുവിന് കൊടുക്കുന്ന ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്.